ബ്രിട്ടീഷ് ഇന്ത്യയിലേ ഉള്ളൂ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ വ്യാപാരത്തിൻ്റെ കാര്യം മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഒപ്പാ. എന്നിട്ട് തോണ്ടുന്ന ഒരു അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. എന്താ ഒപ്പം എന്ന് വെച്ചാൽ കേസ് എടുക്കുമ്പോൾ ആ നിലക്കാ പോകുന്നത്. ഞമ്മക്കായിട്ട് നമ്മളെ വകുപ്പ് കൂടെ കേസ് കിട്ടില്ല അല്ലല്ലോ. അപ്പം നമ്മളെ ശരിയായ നിയമങ്ങൾ, നമ്മുടെ വ്യക്തി നിയമങ്ങൾ, നമ്മുടെ ഇടപാടിൽ നമ്മൾ പാലിക്കുന്നുണ്ട്. അതിനിവിടെ രാജ്യം തടസ്സവുമല്ല. പക്ഷേ ഉഭയകക്ഷികൾക്കിടയിൽ കേസുണ്ടായി തർക്കമുണ്ടായാൽ അപ്പോൾ കോടതി കയറിയാൽ പൊതു നിയമം തന്നെയായിരിക്കും നമുക്കും ബാധകം. അത് നീതിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പൊതു നിയമമാണ് നമുക്കും ബാധകം. നീതിൻ്റെ കാര്യത്തിലായിട്ട് ശരിയതനുസരിച്ചുള്ള വ്യക്തി നിയമം സ്വീകരിക്കാൻ നമുക്ക് വകുപ്പില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും രാജ്യത്തിൻ്റെ നിയമത്തിന് വിധേയപ്പെടാൻ ആ വിഷയത്തിൽ നിർബന്ധിതമാണ്. പ്രത്യേകിച്ച് 200 കൊല്ലമൊക്കെ പഴക്കമുള്ളതെന്ന് പറഞ്ഞാൽ പുരാവസ്തു കേന്ദ്രങ്ങളിൽ പ്രത്യേകം സൂക്ഷിക്കേണ്ടതും വിൽപ്പനയോ കൈമാറ്റമോ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുമായ ചില വസ്തുക്കളൊക്കെ ഉണ്ടാവും പഴക്കത്തിനനുസരിച്ച്. ആ കാര്യത്തിലൊക്കെ നമ്മൾക്ക് കിട്ടിയാൽ നമ്മളും കൊടുക്കേണ്ടി വരും. നമ്മളെ തൊടുവെന്ന് കിട്ടിയാലും കൊടുക്കേണ്ടി വരും. ആരോടും മിണ്ടാതെ കിട്ടുകയാണെങ്കിൽ തിരക്കില്ല. ആരോടും അറിയരുത്. എല്ലാവരും അറിഞ്ഞാൽ പോലീസ് എത്തും, സാധനം കൊട്ടുപോകും, പരിശോധിച്ചിട്ട് ചില പഴക്കമുള്ളതാണ് വെച്ചാൽ അങ്ങനെ പഴക്കമില്ലെങ്കിലും പറയും പഴക്കമുണ്ട് ഇവൻ്റെ പരിശോധനയിൽ. കാരണം അതങ്ങോട്ട് കിട്ടേണ്ടി വരുമല്ലോ. അങ്ങനെ സർക്കാരിൽ ഏൽപ്പിക്കുകയോ പൊതുവായ നിയമങ്ങൾ എന്താണോ ആ നിയമങ്ങളിൽ ആ വിഷയത്തിൽ പാലിക്കേണ്ടി വരും. അത് നമുക്കും ബാധകമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം.